നമസ്കാരം, വെൽക്കം ടു ഓൺലുക്കേഴ്സ് മീഡിയ. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്ന വ്യക്തി മലയാള സിനിമയിൽ പ്രേം നസീറിനെ മുതൽ തുടങ്ങി ഒട്ടനവധി സൂപ്പർ താരങ്ങളെ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു ശ്രീ ആലപ്പി അഷ്റഫ്. നമസ്കാരം സർ. ഞാൻ ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു മലയാള സിനിമയിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ റോളുകളാണ് സാർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എണ്ണം കിട്ടില്ല. അതായത് നടനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, സംവിധായകനാണ്, പ്രൊഡ്യൂസറാണ്, എന്താണ് അല്ലാത്തത് എന്നറിയില്ല. അപ്പോൾ സാർ എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയാത്ത ഡിസ്ട്രിബ്യൂഷൻ വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. വർഷം 16 എന്നൊരു പടം ഞാൻ TK എന്ന് പറയുന്ന തിരുനെൽവേലി നാഗർകോവിൽ ഏരിയ എടുത്ത് സ്വന്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് പടം. അപ്പോൾ അങ്ങനത്തെ ഉള്ള പരീക്ഷണങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എപ്പോഴും അത് വിട്ടുള്ളൊരു ജീവിതം ഇല്ല എനിക്ക്. അപ്പോൾ അങ്ങനെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു സാധനമാണ്. എത്ര നാളും മാറി നിന്നാലും വീണ്ടും അതിലോട്ട് തന്നെ വരും. ഇപ്പോ സാറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം സിനിമ റിലീസാവാൻ പോവാണ്. എന്താണ് സാറിന്റെ പ്രതീക്ഷകൾ? ഇത് ഒരു പ്രത്യേക സാധാരണ സിനിമയിൽ നിന്ന് കുറെ വ്യത്യസ്തമാണ് ഇതിന്റെ സംഭവങ്ങൾ മുഴുവൻ. അതായത് ഇന്നത്തെ ന്യൂജൻ കണ്ടിട്ടില്ലാത്ത ഒരു അനുരാഗം, ഒരു പ്രണയം. അതായത് നിങ്ങളെല്ലാം ഇപ്പം മറ്റേ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ TV ഇത് മീഡിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഈ അടുത്തുണ്ടായിരുന്നു. ഞാനൊക്കെ കടന്നു വന്ന കാലമാണ് അത്. എൻ്റെ കോളേജ് ടൈമിലാണ് ഈ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞങ്ങൾ കടന്നു പോയ ഒരു കാലഘട്ടമുണ്ട്. ഉദാഹരണത്തിന് പ്രണയം പോലും അന്ന് കത്തുകളിലൂടെയാണ് പോയിരുന്നത്. അതായത് നിങ്ങളൊരു ഇപ്പം കൂടെ പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു പുസ്തകം കൊടുക്കും അവർ, ചിലപ്പോൾ ഒരു പക്ഷെ അത് വായിക്കാനുള്ള അതിനകത്തൊരു കത്തുണ്ടാവും ഉറപ്പാണ്. അങ്ങനെ പ്രണയക്കാരൊക്കെ കത്തിലൂടെയും അവർ കൊടുക്കുന്ന സാധനത്തിലൂടെയും. അല്ലാണ്ട് ഇന്നത്തെ പോലെ ഫോൺ സംഭാഷണമോ വീടുകളിൽ ആകെ ലാൻഡ് ഫോണിന്റെ കാലമാണെന്ന്. അന്നൊന്നും വീട്ടിലൊക്കെ അങ്ങനെ ഒന്നും പബ്ലിക്കായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഉണ്ടെങ്കിൽ പോലും ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ 5%, 10% ആളുകളുടെ വീടുകളിലേ ഉണ്ടാവത്തുള്ളൂ. ബാക്കി എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ അന്നത്തെ പ്രണയം എന്ന് പറയാൻ അവർക്കുള്ള തീവ്ര പ്രണയം പോലും എല്ലാം കത്തുകളിലൂടെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. കത്തുകൾ കൈമാറുകയാണ്. ഈ കത്തുകളിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഇപ്പം നാളെ നമുക്ക് കാണാം, അല്ലെങ്കിൽ മറ്റന്നാൾ ഇങ്ങനെ സ്കൂളിൽ വരുമ്പോൾ അതൊന്നും കോളേജിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള മാത്രമല്ല, കുറെ പ്രേമ സാഹിത്യങ്ങൾ കൂടെ ചേർക്കും കേട്ടാ. അല്ലെങ്കിൽ ഉദാഹരണം മയിലുകൾ നൃത്തം ചെയ്യുമ്പോൾ ഞാൻ പറ്റി ഇങ്ങനെ ഓർത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മനസ്സിൽ കുളിർ കാറ്റിങ്ങനെ തലോടിയപ്പോഴെന്നൊക്കെ പറയും. ഈ വായിക്കുന്ന മറ്റ് കൃതികളുടെയൊക്കെ ഈ സാഹിത്യം അന്ന് പൈങ്കിളി സാഹിത്യമാണല്ലോ കൂടുതലും. അതൊക്കെ വായിച്ചിട്ട് അതെല്ലാം ഇതിനകത്ത് കയറ്റും. അതേ വാക്കുകളൊക്കെ തന്നെ കയറ്റി ഇങ്ങനെ ഒരു രസകരമായ ഒരു സംഭവമാണ് ഒരു പ്രണയം. ഇന്ന് കണ്ട വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊന്നും. ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിക്കും. പക്ഷെ അന്നത് കോമൺ ആയിരുന്നു. അപ്പൊ അതുപോലുള്ള ഓരോ കാര്യം, ആ പ്രണയത്തിന്റെ കാര്യത്തിലായാലും അവർ തമ്മിലുള്ള മറ്റുള്ള ആ പ്രണയം കടന്നു പോകുന്ന കാലഘട്ടം. ഇപ്പൊ ഒരു കാലഘട്ടമാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഒരു 70 തൊട്ട് 82 വരെ ഉള്ള കാലഘട്ടത്തിനടുത്താണ് ഈ കഥ നടക്കുന്നത്. ശരിക്കും അതിലോട്ട് വരാനുള്ള കാരണം ഒരു വ്യത്യസ്തത എന്ന് മാത്രമല്ല, ഇതൊരു ചെറിയൊരു നടന്ന സംഭവത്തിന്റെ ഇൻസിഡന്റ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ സംഭവം നടന്നത് ഈ കാലഘട്ടത്തിലായതുകൊണ്ട് ഞാൻ പറയും കാലഘട്ടവും മാറ്റണ്ട, അത് തന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം എന്ന് പറയാൻ കാരണം ഈ 75-ലെ കാലഘട്ടം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും പേര്. അല്ലാണ്ട് ഇതൊരു രാഷ്ട്രീയ ചിത്രമല്ല. പക്ഷെ കഥ കടന്നു പോകുന്ന വഴികളിൽ ചില സൂചനകൾ ഇതിൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നുണ്ട്, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തായിട്ട് കസ്റ്റഡിയിൽ എടുത്തായിട്ട് അതെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്, അവിടെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ കഥാപാത്രങ്ങൾ പാസ് ചെയ്യുന്ന വഴികളിലാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവിടെ വേറെ പോലീസ് സ്റ്റേഷനിൽ അന്ന് നടന്ന കുറെ സംഭവങ്ങൾ വേറെ കാണിക്കും. അത് ഈ കഥയുമായിട്ട് ബന്ധമുള്ളതല്ല, പക്ഷെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ അതുകൂടെ ചേർത്താണ് ഈ കഥ കൊണ്ടുപോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇത് ഒരു വ്യത്യസ്തമായ ഒരുപാട് കഷ്ടപ്പെട്ടും ഞങ്ങൾ ഒരുപാട് പെയിൻ എടുത്ത് സ്ട്രെയിൻ എടുത്ത് ഹോംവർക്കൊക്കെ ചെയ്തൊരു പടമാണ്. ചെറിയ പടമാണ്, പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു പടമാണ്. ഒരുപാട് പേരുടെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. കാരണം ആ കാലഘട്ടം കാണിക്കാൻ വേണ്ടി ചുമ്മാ എന്തെങ്കിലും ഡയലോഗ് മാത്രം പോരല്ലോ. അത് കാണിക്കുമ്പോൾ അതിനുവേണ്ടി കാളവണ്ടികളും സൈക്കിൾ റിക്ഷകളും കാറുകളും അംബാസഡറും തിയേറ്ററും എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനത് തന്നെയായിരുന്നു ചോദിക്കാൻ വരുന്നത്. ഇതൊരു പീരിയഡ് ഡ്രാമ മൂവി ആവുമ്പോൾ എത്രത്തോളം ചലഞ്ചസ് വന്നിരുന്നു എന്നുള്ളത്. ഇതിനകത്ത് പീരിയഡ് ഡ്രാമ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു
അതിന്ന് കാണാത്ത ഒരു ആളാണ് ഇന്നത്തെ പിള്ളേരാണ് അത് എടുക്കുന്നതെങ്കിൽ അവർ ഒരുപാട് പേരുടെ സഹായങ്ങൾ തേടേണ്ടി വരും, അതിനെപ്പറ്റി ഒരുപാട് പഠിക്കേണ്ടി വരും. പക്ഷെ ഇതെല്ലാം ഞാൻ കടന്നുപോയൊരു കാലമാണ്, എനിക്കറിയാവുന്ന കാലഘട്ടമാണ്, ഞാൻ വളർന്നു വന്ന ഒരു കാലഘട്ടമാണ്. അത് കാരണം എനിക്ക് അത്രത്തോളം ഇത് വന്നില്ല. ഞാൻ അറേഞ്ച്മെന്റ്, സാധനങ്ങളുടെ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയായിരുന്നു അന്ന്, ഇങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നുള്ള. വേറൊരാളടുത്ത് എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല ഒരു കാര്യത്തിലും, ഇത് ഇങ്ങനെയല്ല. പിന്നെ ഇതിനകത്ത് ഓരോ സംഭവങ്ങൾ കാണിക്കുമ്പോഴും നമ്മളിപ്പോൾ ഹോസ്പിറ്റലായാലും പോലീസ് സ്റ്റേഷനായാലും സ്ട്രീറ്റ് ആയാലും എല്ലാം വളരെ സത്യസന്ധമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നടന്ന കാര്യങ്ങളാണ് കൂടുതലും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് ഇൻസിഡന്റ് കാണിച്ചാലും അതെല്ലാം സത്യസന്ധമായിരുന്നു. ഒരു ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച് കാണിച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ചർച്ചുകളിൽ ഈ പാവങ്ങൾക്ക് ഒരുപാട് അന്നത്തെ ദാരിദ്ര്യ കാലഘട്ടമായിരുന്നല്ലോ, പാവങ്ങൾക്ക് അവിടെ നിന്ന് ഗോതമ്പ്, റവ, എണ്ണ, പാൽപ്പൊടി ഇതൊക്കെ വിതരണം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അതേപടി കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ മർദ്ദന രീതികൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ പാലും റൊട്ടിയും അതും ഇതെല്ലാം കൊടുത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതിൻ്റെയൊക്കെ അതെല്ലാം വിഷ്വൽസിലെല്ലാം നമ്മൾ ഭംഗിയായിട്ടാണ് അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലഘട്ടം. അതാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ ന്യൂജന് അത് കണ്ട് മനസ്സിലാക്കാനും അന്നത്തെ ന്യൂജൻ എങ്ങനെയായിരുന്നെന്ന് കണ്ടു മനസ്സിലാക്കാം. ഇത് ഒരു കുറച്ച് ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു 10-22-20 വയസ്സുള്ള പയ്യനും അവന്റെ കൂട്ടുകാരികളും അതൊക്കെ ആയിട്ടുള്ളൊരു കഥയാണിത് മൊത്തം. ആ കഥകൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ബേസിക്കലി അവന്റെ ആ ഹീറോയുടെ ഫാമിലിയിൽ നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഫാമിലി, ആ വീടും അത് ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ഉണ്ടാക്കി അന്നത്തെ കാലത്ത് ഒരു വീട് തന്നെ നിർമ്മിക്കുകയായിരുന്നു ഒരു കായൽ തീരത്ത്. നമ്മൾ അതിനുവേണ്ടി നിർമ്മിച്ചതാണ്. പഞ്ചായത്തിൽ ലൈസൻസ് എടുത്ത് നമ്മൾ ഇത്ര നാളത്തേക്ക് ഷൂട്ടിങ്ങിനാണ് ഒരു കെട്ടിടം വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടാക്കുകയായിരുന്നു, അവിടെ കൺസ്ട്രക്ട് ചെയ്തു. പഴയ കാലത്തെ ഇഷ്ടിയും കല്ലും, ഇഷ്ടിയല്ല കല്ലും ചെങ്കൽ മല്ലും ഓടും പഴയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊരു വീടങ്ങ് ഉണ്ടാക്കി. അതിനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കായലിന്റെ തീരത്താണ്, കാണാൻ ഭംഗിയുള്ള വിഷ്വൽ സംഭവമുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ പലതും ആ കാലഘട്ടം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു 75 അല്ലെങ്കിൽ 80 വരെയുള്ള കാലഘട്ടം ഒന്നുകൂടെ കാണാൻ ഉറപ്പായിട്ട് കാണാൻ പറ്റും. അത് ആ ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത്, ഫീൽ ചെയ്യുമെന്നുള്ളത് പലരും 1-2 പേരെ പടം കണ്ടുള്ളൂ. പക്ഷെ എനിക്ക് അവര് ചില ഇത് തന്നു, അവരൊക്കെ പറഞ്ഞു അയ്യോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഉദാഹരണത്തിന് നിങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അന്നൊക്കെ SSLC കഴിഞ്ഞ ഉടനെ ടൈപ്പ് റൈറ്റിങ്ങിന് പോകും. കേട്ടിട്ടുണ്ട്, കണ്ടു കാണത്തില്ല. അപ്പൊ ടൈപ്പ് റൈറ്റിങ്ങിന് പോകുന്ന എല്ലാ വീട്ടിൽ നിന്നും മിക്കവാറും പെൺപിള്ളേരും ടൈപ്പ് റൈറ്റിങ്ങിന് പോകാത്ത വീടുകളില്ല. മിക്കവാറും ഒരു 90% ടൈപ്പ് റൈറ്റിങ്ങിന് പോകും. ഞാൻ പോയിട്ടുണ്ട് SSLC കഴിഞ്ഞാണ് ടൈപ്പ് റൈറ്റിംഗ്. പ്രീ ഡിഗ്രി ചേർന്നപ്പോൾ, അന്ന് കോളേജ് ചേർന്നപ്പോൾ കോളേജ് കഴിഞ്ഞിട്ട് പോകും, വൈകിട്ട് പോയി ടൈപ്പ് റൈറ്റിങ്ങിന് പോകും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എല്ലാവരും പോകുന്നു, ഞാനും പോയി, അങ്ങനെ പോയിട്ടുണ്ട്, പോയി പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നമ്മൾ ഇത് നായകന്റെ സഹോദരി അതിന് പോകുന്നുണ്ട്. അതിനുവേണ്ടി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഒന്നും ഇല്ല. അപ്പം ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ സംഘടിപ്പിച്ചിട്ട് ബാക്കി മോൾഡിലൊക്കെ ഉണ്ടാക്കി കുറെ വെച്ചിട്ട് കുറെ പിള്ളേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാനൊക്കെ വെച്ച്. പക്ഷെ ഞങ്ങൾ തിരക്കി അന്വേഷണം നടന്നപ്പം ഒരാൾ ഇതുപോലെ 10-30 മെഷീൻസ് അന്നുണ്ടായിരുന്ന അതേപടി സൂക്ഷിച്ച് ഡെയിലി എല്ലാം ക്ലീനൊക്കെ ചെയ്ത് എല്ലാം വർക്കിംഗ് കണ്ടീഷനൊക്കെ പുള്ളി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തേടി പിടിച്ച് അവിടെ പോയി ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. അപ്പൊ അതെല്ലാം നാച്ചുറലായിട്ട് ഒറിജിനലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. അപ്പൊ അത് അതിനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പലതും അതൊക്കെ കാലം കടന്നു പോകുന്നതോറും എന്നും അത് സൂക്ഷിക്കാൻ പറ്റുന്ന മനസ്സിൽ അത് കാണാൻ പറ്റുന്ന അടുത്ത തലമുറയ്ക്കും കാണാം. ഇത് ഇനി ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ്, പിള്ളേർ പഠിക്കാൻ പോകും, തയ്യൽ പഠിത്തം ഇന്നും ഉണ്ട്. പക്ഷെ അതൊക്കെ അന്ന് സ്ഥിരമായിരുന്നത് പെൺപിള്ളേരായ തയ്യൽ പഠിക്കും അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങിന് പോകും. മനസ്സിലായില്ലേ? ഇതില്ലാത്ത ഫാമിലി ഇല്ല. പിന്നെ ഈ പടത്തിന്റെ ഒരുപാട് പ്രത്യേകതകൾ വേറെയുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഈ വലിയ താരങ്ങളുടെ പുറകെ പോയി എനിക്ക് ഡേറ്റ് തരണം എന്നൊക്കെ എൻ്റെ പടങ്ങൾ ഞാൻ 3 തലമുറ കവർ ചെയ്ത് വന്ന ആളാണ്. അത് മനസ്സിലാക്കണം. ആദ്യം പ്രേമനസീറിനെ വെച്ചാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. പ്രേമനസീറിനെ വെച്ച് 3 പടം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു മാടപ്രാവന്റെ കഥ, വനിതാ പോലീസ്, മുഖ്യമന്ത്രി. ഇതിൽ 3-ലും നായകൻ പ്രേമനസീറാണ്. അന്ന് പ്രേമനസീറിന്റെ ഒരു ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒന്നിച്ച് കിട്ടുന്ന പോലെ അത്രയും ഗ്യാരണ്ടീഡാ അന്നത്തെ കാലത്ത്. ആ കാലത്ത് എനിക്ക് നസീർ സാർ ഡേറ്റ് തന്നിട്ടുണ്ട്. അന്ന് ഞാൻ ടെക്നിക്കലായിട്ട് വലിയ പരിജ്ഞാനമൊന്നും ഉള്ള ആളല്ലായിരുന്നു. എന്നിട്ടും എനിക്ക് തന്നെ എൻ്റെ കഴിവും ഇതെല്ലാം കണ്ടാണ് അദ്ദേഹം എനിക്ക് തന്നത്. അന്നത്തെ കാലത്ത് എൻ്റെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ സ്റ്റേജിൽ ഭയങ്കര. അപ്പോൾ അത് വെച്ചാണ് അദ്ദേഹം ഡേറ്റ് തന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വന്ന ആൾ. അത് കഴിഞ്ഞ് മമ്മൂട്ടി, മോഹൻലാലിനെ വെച്ച് ചെയ്തു. ഞാൻ ഈ പടങ്ങൾ ചെയ്യുമ്പോൾ, പ്രേമനസീറിന്റെ പടം ചെയ്യുമ്പോൾ ഇവരുടെ
മാതാപിതാക്കൾ ഇന്ന് ജനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾ കല്യാണം പോലും ആലോചിച്ച് നടത്തില്ല. ആ പിള്ളേരാണ് ഞാൻ ഇന്ന് വെച്ചിട്ട് മൂന്നാമത്തെ തലമുറ വെച്ച് പടം എടുക്കുന്നത് ഇന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇത് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് 3 പിള്ളേർ. അപ്പൊ ആ പിള്ളേരെ പുതിയ ന്യൂ ജെന്നില് ഞാൻ ആ വലിയ പറഞ്ഞു വന്നത് വലിയ പടങ്ങളെടുത്ത് ചെയ്ത ഞാൻ ഇന്ന് ഈ ചെറിയ പടം, അതായത് ചെറിയ പടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പടം വലുതാണെങ്കിലും ആർട്ടിസ്റ്റ് ബേസിൽ ഞാൻ പുതിയ പിള്ളേരെ കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ആദ്യം എടുത്ത തീരുമാനം വെറുതെ പോയി സമയം പാഴാക്കണ്ട, നമുക്ക് കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അഭിനയിക്കാൻ കഴിവുള്ള. ഇന്ന് എല്ലായിടത്തും വ്യത്യാസമുണ്ടോ അഭിനയം എന്ന് പറയുന്നത്. നിങ്ങൾ സീരിയൽ കണ്ടാൽ പോലും മനസ്സിലാവും. ദിവസവും കാണുന്നവരല്ല അന്ന് കാണുന്നത്, നാളെ കാണുന്ന അതിസുന്ദരികളും നല്ലപോലെ അഭിനയിക്കുന്ന പെൺപിള്ളേർ വരുന്നു, ഒരുപാട് പേര് വരുന്നു, വന്ന് അഭിനയിക്കുന്നു, പോകുന്നു. ആൺപിള്ളേരാണെങ്കിൽ അതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. സിനിമയെക്കാളും ചിലപ്പോൾ നമുക്ക് നല്ല കുട്ടികൾ എന്നൊക്കെ തോന്നുന്നില്ല, ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മൾ പോകുന്നത്, നമുക്ക് സംഭവം നല്ലതാണ്. എപ്പോഴും ഈ പ്രേക്ഷകർ അംഗീകരിക്കുന്ന ഒരു സംഭവമുണ്ട്, നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് കൊണ്ടുവരണം, കഴിവുള്ളവരെയും കൊണ്ടുവരണം. ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നായകൻ പുതുമുഖം, നായിക പുതുമുഖം, പുതിയ പാട്ടെഴുത്തുകാരൻ, പുതിയ ക്യാമറാമാൻ, പുതിയ ആർട്ട് ഡയറക്ടർ, അങ്ങനെ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാം ചുമ്മാ കയറി വന്ന് അഭിനയിക്ക് ഇതൊന്നും പറഞ്ഞില്ല, അവരുടെ കഴിവ് കണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇരുന്ന് ചലഞ്ച് ചെയ്ത് പറയുന്നു, ഞാൻ കൊണ്ടുവന്ന ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ ഓർത്തോ, നിങ്ങളിത് പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാൻ പറ്റും. ഇപ്പൊ പറയുന്നത് ഞാൻ കൊണ്ടുവരുന്ന ഈ ഹീറോ പയ്യൻ, ഇപ്പൊ നിഹാൽ എന്ന് പറയുന്ന പയ്യൻ, ഈ പയ്യൻ ഈ പ്രായത്തിൽ ഇന്ന് ഒരുത്തരും ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ ഏജിലുള്ള വലിയ ആളുമില്ല, ചെറിയ ആളും ഇന്ന് ഇൻഡസ്ട്രിയിലില്ല. അവൻ പകച്ചു നിന്ന് നമ്മൾ കാണുന്നത്, അവന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട ഒരൊറ്റ ഡ്യൂപ്പ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ആ ഫൈറ്റിൽ. 2 പേര് പുതിയ പിള്ളേരെ വെച്ചിട്ടാണ് ചെയ്തത്. ഇവൻ അക്രോബേറ്റ് ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അറിയാവുന്ന ആളാണ്, പരിജ്ഞാനമുള്ള. മാഫിയ ശശിയൊക്കെ അന്തം വിട്ടുപോയി കണ്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്ന അയാൾ പറഞ്ഞു എന്നോട്. ഇത്രയും 3 ദിവസമാണ് ആ ഫൈറ്റ് എടുത്തത്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതിഗംഭീരമാണ് ആ ഫൈറ്റ്. ഞാൻ പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ പയ്യൻ ആദ്യമായിട്ട് വന്ന് അഭിനയിക്കുന്ന ഒരു പടത്തിലെ ഫൈറ്റാണ്. അവൻ ഭാവിയിൽ ഈ ജയനൊക്കെ വന്ന പോലെ വരാൻ സാധ്യതയുള്ള ഒരു പയ്യൻ. ഞാൻ കണ്ടെടുത്തതാണ് അവനെ ഇതുപോലെ ഓഡീഷനൊക്കെ വെച്ചിട്ട് ഞാൻ വന്ന് എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ട്. നായിക ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്, ക്യാമറാമാൻ കൊണ്ടുവരുന്നുണ്ട്. ആ ക്യാമറയുടെ രീതികളൊക്കെ അവരെയൊക്കെ കഴിവ് കണ്ടിട്ട് കൊണ്ടുവന്നാണ്. നമ്മൾ പുറകെ വലിയ നടക്കേണ്ട കാര്യമില്ല, കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ ഞാനിങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു തീരുമാനമെടുത്തു. എനിക്ക് ചില നിലപാടുകളും ഇതൊക്കെ ഇതുള്ള ഒരാളാണ് ഞാൻ വളരെ സത്യസന്ധവും സുതാര്യമായ രീതിയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം, അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്രയും വർഷം മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ പുറകെ അവരുടെയൊക്കെ വെച്ച് പടം എടുത്തു. ഇനിയുള്ള എൻ്റെ ലൈഫ് ഇങ്ങനെയുള്ള പുതിയ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നാൽ എന്താവും എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഞാൻ. അപ്പൊ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഈ പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഈ ആത്മാർത്ഥതയെ, എൻ്റെ വർക്കിൻ്റെ ഇതുമെല്ലാം കണ്ട ഒരു പഴയ പ്രൊഡ്യൂസർ, മലയാളത്തിൽ തന്നെ കുറെ പടങ്ങൾ എടുത്തിട്ടുള്ള JJ കുറ്റിക്കട എന്ന് പറയുന്നത്, അദ്ദേഹം എനിക്ക് അടുത്ത പടം കമ്മിറ്റ് ചെയ്യും, അഡ്വാൻസ് ഞാൻ എൻ്റെ വർക്കിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്, ആ സിനിമയിലും ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവരും, കഴിവുള്ളവരാണ്. അപ്പൊ ഞാൻ തുടർന്ന് ഇവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോകുന്നത്. പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്, ഒരാളെങ്കിലും വേണ്ട ഇൻഡസ്ട്രിയിൽ. അങ്ങനെ അതായത് ചലഞ്ച് ചെയ്ത് വരുന്ന ഒരാള്, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഞാൻ പുതിയ ആളുകളെയും കൊണ്ടുവരും, ഞാൻ അവരെ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ലാസ്റ്റ് സാധാരണ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട്, ഞാൻ ഇത്രയധികം സ്ട്രെയിൻ എടുത്ത്, ഇത്രയധികം പെയിൻ എടുത്ത് അവരെ അഭിനയിപ്പിച്ച്, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ചെടുക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതി വരുന്നിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. അങ്ങനെ ചെയ്യിച്ച് ഓരോ സീക്വൻസും കറക്റ്റാക്കി ഭംഗിയാക്കൊണ്ടിരുന്നത്. അപ്പം ഒരു പറ്റം പുതിയ കഴിവുള്ള കലാകാരന്മാർക്ക് കടന്നു വരാനുള്ള ഒരു കൽപ്പടവ് ഞാൻ കെട്ടിപ്പൊക്കുക, അതിലൂടെ കയറിപ്പോവാൻ അവർ ഉയരത്തിലേക്ക് പോട്ടെ, അവരും വരട്ടെ എന്നും ഇവര് തന്നെ നിന്നാൽ മതിയാ. അപ്പൊ അത് വരുമ്പം ആ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം, പ്രേക്ഷകരിൽ നിന്നുണ്ടാവണം, ചാനലുകളിൽ നിന്നുണ്ടാവും, എല്ലാവരിൽ നിന്നുണ്ടാവും. അങ്ങനെ ഒരാൾ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് വരുന്നത്. ഇങ്ങനെ ഞാൻ അവരെയും കൊണ്ടേ വരത്തുള്ളൂ, അവർക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാവരെയും കൂടെ എടുക്കാൻ ഓടി വന്നാൽ പറ്റത്തില്ല. എൻ്റെ ക്യാരക്ടേഴ്സിന് ആവശ്യമുണ്ട്. നിങ്ങൾ പുതിയ ആളായിരിക്കും, പക്ഷെ എടുത്തിരിക്കും ഞാൻ അതിന് ക്യാരക്ടറിന് കറക്റ്റ് ആണെങ്കിൽ, അത് ഉറപ്പാ. അങ്ങനത്തെ ഉദാഹരണത്തിന് ഞാൻ ഇതിനകത്ത് ഇതിന്റെ നായകന്റെ പിതാവ് അഭിനയിക്കുന്ന ഒരു ബേസിക്കലി അയാള് പടത്തിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ നാടകം അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ്.
അങ്ങനെ ക്രിസ്തുവിന്റെ വേഷം ചെയ്തത്. അപ്പൊ ക്രിസ്തുവിന്റെ രൂപമുള്ള ഒരാളെ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് പൊക്കിയെടുക്കരുത്. അപ്പൊ കണ്ട ആഴ്ച കിട്ടാൻ കറക്റ്റ് ക്രിസ്തുവായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു രൂപമുള്ള ഒരാളെ കൊണ്ടുവന്നു ആ റോൾ കൊടുക്കരുത്. അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മൾ ആ നാടകം പടം തുടങ്ങുമ്പോൾ ഒരു നാടകമുണ്ട്, ബൈബിൾ നാടകം. ആ നാടകത്തിൽ നമ്മൾ കാണിക്കുന്ന സാധാരണ ബൈബിളിലെ ഏതെങ്കിലും രംഗങ്ങളാണ്. കുറച്ച് ട്രെയിനുള്ള ഒരു സീക്വൻസാണ് ലാസ്റ്റ് സപ്പർ. അപ്പൊ ലാസ്റ്റ് സപ്പർ ഒരു സ്റ്റേജിൽ ഒരുക്കണമെങ്കിൽ ഭയങ്കര ടേബിൾ വേണം, അതിൽ സാധനങ്ങൾ വേണം, അപ്പുറത്ത് 6 ശിഷ്യന്മാർ, ഇപ്പുറത്ത് കർത്താവിന്റെ നടുക്ക് കർത്താവ്, ഇങ്ങനെയൊക്കെ വെച്ചാണല്ലോ ലാസ്റ്റ് സപ്പർ. അതെല്ലാം സെറ്റ് ചെയ്ത് ആ പെയിന്റിങ് കാണുന്ന അതേ രൂപത്തിലുള്ള ആളുകൾ എനിക്ക് വേണം. സാധാരണ സിനിമ പറഞ്ഞ മേക്കപ്പ്മാര് കുറെ താടി വാടകയ്ക്ക് എടുത്ത് അതെല്ലാം വെച്ച് കുറെ മുടിയൊക്കെ വെച്ചിട്ട് കുറെ പേര് ഇറക്കും. നിങ്ങൾ ആ സീക്വൻസ് കണ്ട് മനസ്സിലാക്കണം. ഒരാളെ പോലും ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു താടിയോ ഒരു മുടിയോ ഒന്നും വെച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് ക്രൈസ്റ്റ്. കാരണം എല്ലാവരെയും ഒറിജിനൽ ഞാൻ ഇതുപോലെ ഇത് അനൗൺസ് ചെയ്തിട്ട് 1000 അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് ഇത്രയും താടിയുള്ളവരും കുറെ താടിയുള്ളവരും കുറച്ച് കുറഞ്ഞവരും വിവിധ രൂപങ്ങളെ ഞാൻ പൊക്കിയെടുത്തു. അവരാണ് ആ ഇരിക്കുന്നത് മുഴുവൻ. പലരും കണ്ടിട്ട് പറഞ്ഞ് ഇത് പെയിന്റിംഗ് ആണെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് അറിയാതിരിക്കുമ്പോഴേ അതാണ് തുടങ്ങുന്നത് പടം. അത്ര മനോഹരമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുറച്ച് സ്ട്രെയിൻ എടുത്തപ്പോൾ അതുപോലത്തെ രൂപങ്ങളെ കിട്ടി. വെപ്പ് താടിയോ മറ്റതൊന്നും വെച്ചിട്ട് ഇരിക്കുന്നൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആളുകളൊക്കെ വെച്ച് കിട്ടി. ആർട്ടിഫിഷ്യൽ അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. അതുപോലെ ക്യാരക്ടറിന് പറ്റിയതാണെങ്കിൽ നിങ്ങൾ എടുക്കും. അങ്ങനത്തെ രൂപങ്ങൾ അങ്ങനെ ആവശ്യം വന്നപ്പോൾ അങ്ങനെയുള്ള രൂപങ്ങൾ എടുക്കും. കുറച്ച് ചെറിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട് സിനിമയിൽ അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ പാട്ടിന്റെ രംഗം. ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ പാട്ടുകൾ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്റെ പടത്തിലെ പാട്ടുകളെല്ലാം മിക്കവാറും എല്ലാം ഇന്നും ഇളം മഞ്ഞിൻ കുളിരൊക്കെ കേൾക്കാത്ത ആളുകളില്ല അല്ലെ. ഇന്ന് യൂട്യൂബിലെ ടോപ്പ് 10 ഒന്നാണത് ഇപ്പോഴും. അപ്പൊ ആ പാട്ടിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്ട്രെയിൻ എടുത്ത് കുറച്ച് പാട്ടിന് ഈ പ്രാവശ്യം കുറച്ച് പെയിനൊക്കെ എടുത്ത് കുറെ കഷ്ടപ്പെട്ട് 3 പാട്ടുണ്ടാക്കി. ഈ 3 പാട്ട് 3 മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മള്, ഒരാളല്ല. അപ്പൊ 3 പേര് ചെയ്തിരിക്കുന്നത്. അതിലൊരാൾ പുതുമുഖത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടിന് ഒരു ന്യൂ മ്യൂസിക് ഡയറക്ടറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അത് സാധാരണ ഒരു മ്യൂസിക് ഇതല്ല. അയാൾ പാരമ്പര്യമായിട്ട് KPSCയിൽ അയാളുടെ അപ്പൂപ്പൻ അന്ന് ജയരാമാഷക്ക് മുമ്പ് ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അയാളുടെ അച്ഛൻ മ്യൂസിക് ചെയ്താണ്. അവൻ ഈ പയ്യന് 100-400 പിള്ളേരെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരാളാണ്. മ്യൂസിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫാമിലി. അപ്പൊ അങ്ങനെയുള്ള ഒരു കലാകാരനെ കണ്ടെത്തിയിട്ട് അയാൾ വന്ന് പറഞ്ഞപ്പോൾ ശരി നോക്കാം എടുത്തപ്പോൾ മനോഹരമായിട്ട് ചെയ്ത് എല്ലാം ലൈവ് ഇതൊക്കെ ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത് പാട്ട്. മനസ്സിലായില്ലേ? അയാൾ പുതിയ ആളാകുമ്പോൾ ഒരു ഗുണമുണ്ട്. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അയാൾ പെയിൻ എടുത്ത് കുറെ ദിവസങ്ങളെടുത്ത് വളരെ നന്നായിട്ട് പെർഫെക്ഷനോടെ ചെയ്തിരുന്ന പാട്ട്. അപ്പൊ അയാൾ രക്ഷപ്പെടും, പാട്ടിൽ രക്ഷപ്പെടും. അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ പോകുന്നു ഇപ്പം. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും പേരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധാരണ വെറും നിസ്സാര കാര്യമല്ല. എന്നിട്ട് നമ്മൾ ഇപ്പം ക്രിസ്മസ് റിലീസിന് ഇറക്കുകയാണ്. ഈ ക്രിസ്മസ് റിലീസിൽ ഞാൻ തമാശ രൂപേണ പറയും ഇവരുടെ അടുത്ത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനടുത്ത്, ഈ സിംഹത്തിന്റെ കൂട്ടത്തിന്റെ ഇടയിൽ വലിയ പടങ്ങൾ, മറ്റേ പൃഥ്വിരാജിന്റെ 500 കോടിയുടെ പടം, മോഹൻലാൽ പടം, മറ്റേ പടം എല്ലാം വമ്പൻ പടങ്ങളാണല്ലോ തിയേറ്റർ ഇളക്കി മറിക്കുന്നത്. അവിടെ ഈ ചെറിയ ആട്ടുംകുട്ടിയെ കൊണ്ട് ഇളക്കുകയാണ്. അപ്പൊ ഈ കൂട്ടം തെറ്റി ആട്ടുംകുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ ഒരു ഇടയം വരും അതിനകത്ത് എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് കൂട്ടത്തിൽ തന്നെ ക്രിസ്മസ് റിലീസ് ചെയ്യാൻ പറയണം. കാരണം അവര് പറയുന്നത് എനിക്ക് ഭയമാണ്, ഇത് ആശങ്ക ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിലൊക്കെ കൊണ്ടിറക്കുന്നതിൽ പടം. പക്ഷെ അതുകൊണ്ട് 29-ാം തീയതിയിലോട്ട് മാറ്റി 29-ലാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 29 എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് മൂഡ് ഉണ്ടല്ലോ. അപ്പൊ ആ അവധിയും ആ മൂഡും, കാരണം കംപ്ലീറ്റ് ക്രിസ്ത്യൻ ഫാമിലി ഒരു കഥയത്. 100% ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സാണ്. ക്രിസ്ത്യൻ 2 ഡിവോഷൻ സോങ്. ആ ഡിവോഷൻ സോങ് ഒന്ന് പാടിയിരിക്കുന്ന ആദ്യമായിട്ട് മലയാളത്തിൽ ശ്രേയ ഘോഷൽ എന്ന ഗായിക ഫസ്റ്റില് പാടുന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ ശ്രേയ ഘോഷൽ പാടി. യേശുദാസിന്റെ ഒരു ഡിവോഷണൽ സോങ് ഉണ്ട് ഇത് കൂടാതെ. അത് ഇന്ന് റിലീസാവും ആ പാട്ട്. അപ്പൊ ആ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് യേശുദാസിനെ കൊണ്ട് പാടിച്ചത് യേശുദാസ് തന്നെ പാടണമെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റുള്ളവർ പാടിയാൽക്കാളും മധുരമായിരിക്കും, മറ്റുള്ളവർ പാടിയതിനേക്കാളും ഗംഭീരത ഉണ്ടാവും. കാരണം ആ യേശുവിനെ വിളിക്കുന്ന ആത്മനാഥ എന്നൊക്കെ ഒരു ആത്മനാഥ എന്നൊക്കെ ഒരു വിളിയുണ്ട് ദാസേട്ടന്റെ. എന്താ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം. അപ്പൊ അദ്ദേഹം അന്ന് ഇവിടെ ഇല്ല. കൊറോണയ്ക്ക് മുമ്പ് അമേരിക്കയിൽ പോയിട്ട് കൊറോണ കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്താണ് കഴിഞ്ഞ മാസം കണ്ട വന്നത്. ഇവിടെ 3-4 വർഷം അവിടെ ആയിരുന്നു. അവിടെ തന്നെ പാടി തന്നാ മതി പറയും. ഇവിടെ നിന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരുന്ന് വീഡിയോയിലാണ് ഉള്ളിയായിട്ട് പാട്ട് പഠിക്കുന്നത്. എന്നിട്ട് എത്തിയാണ് അവിടുത്തെ സ്റ്റുഡിയോയിലാണ് അമേരിക്കയിലെ റെക്കോർഡ് ചെയ്തത് പാട്ട്. അങ്ങനെ വിട്ട് ശ്രേയ ഘോഷലിന്റെ അന്ന് പറഞ്ഞ് കൊറോണ കേണ്ട ഒരു കേരളത്തിലോട്ട് വരത്തില്ലെന്ന് പറയും പാടാൻ. അങ്ങനെ മ്യൂസിക് ഡയറക്ടർ അങ്ങോട്ട് അയച്ച് ബോംബെയിലാണ് റെക്കോർഡ് ചെയ്തെടുത്തത്. അപ്പൊ പാട്ടിനൊക്കെ വേണ്ടി നമ്മൾ എന്തെല്ലാം സ്ട്രെയിൻ എടുക്കുന്നു. അത് ചെയ്തത് നമ്മൾ ആഗ്രഹിച്ച അത് വരണമെന്ന് വിചാരിച്ചത്. ആ പാട്ട് ശ്രേയ ഘോഷൽ പാടിയ പാട്ട് ക്രിസ്ത്യൻ വീട് ഭവനങ്ങളിൽ
എന്നും കാലാകാലം കാത്തു സൂക്ഷിക്കാവുന്ന ഒരു പാട്ടാണ്. ബൈബിൾ വചനങ്ങളാണ് മുഴുവൻ. ഈ ചെത്തിമന്ദനം തുളസിയൊക്കെ പോലെ കാലാകാലങ്ങളിൽ നിന്നോളും. കാരണം മുഴുവൻ ആ അങ്ങനത്തെ വരികൾ അതിനകത്ത്. സ്വർഗത്തിൽ വാഴും യേശുനാഥ, സ്നേഹം ചൊരിയുന്ന ജീവനാഥ, ഇതൊക്കെ ആ ശബ്ദത്തിലൂടെ കേട്ട് വരുമ്പോണ്ടല്ലോ. രണ്ടുപേരും കൂടെ പാടുവോ സാർ? ഞാൻ ആ പാട്ടിന്റെ വരികൾ പാടിയല്ലോ. ഇതൊക്കെ അപ്പൊ അവര് പാടുമ്പോ എന്തായിരിക്കും, ഞാൻ പാടുമ്പോഴേ ഇത്ര രസമാണെങ്കിൽ. യേശുദാസിന്റെ പാട്ട് കേട്ട് എന്താ അത് എടുപ്പ് അദ്ദേഹത്തിന്റെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഈ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഈ പഴയ മുഖങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്. യേശുദാസ് എന്ന് പറഞ്ഞാൽ +80+, 80ന്റെ മേലെയുള്ള ആളാ. ആ മനുഷ്യൻ മറ്റേ നമ്മള് 80 വയസ്സെന്നൊക്കെ പറയാൻ നമ്മൾ കാണുന്ന മോനെ വരുന്നത് എന്നൊക്കെ പറയുന്ന കാലമാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ ഈ സമയമാണ് ആത്മനാഥ എന്നൊക്കെ പറയാനെടുക്കുന്നത്. ഓ, അതിലൊരു എടുപ്പുണ്ട്. ഈ നമ്മൾ ആ ബൈബിൾ നാടകത്തിന്റെ കുറെ ഭാഗങ്ങൾ കാണിക്കുന്ന അവിടെ ഒരു എന്താ അതിനകത്ത് ഒരു 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 ഹൈ ഇതിൽ എടുക്കുന്നുണ്ട്. വിശ്വവിമോചക ദയാപരാ, അതൊക്കെ ദാസേട്ടനല്ലാതെ എടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹം തന്നെ പാടണം. എവിടെ വെച്ചായാലും പഠിക്കും. അമേരിക്കെങ്കിൽ അമേരിക്ക പാടുന്ന കൊടുത്ത് ഞാൻ പറഞ്ഞ ആ കാല 84 വയസ്സുകാരൻ ആ എടുക്കുന്ന എടുപ്പ് കേട്ടാണ്ടല്ലോ സമ്മതിച്ചു കൊടുക്കണ്ട. അപ്പൊ നമ്മൾ പുതിയ പിള്ളേരെ അംഗീകരിക്കുന്ന പോലെ തന്നെ ഈ ഇവരെയും അംഗീകരിക്കണം. ആ ശബ്ദം ഇന്നും കീപ്പ് ചെയ്യുന്നില്ലേ അല്ലേ? അതാ പറഞ്ഞ ആ പാട്ടൊക്കെ ചിന്തിക്കാൻ പറ്റില്ല, അതുപോലെ പാടിയിരിക്കുന്നത് അത്ര മനോഹരമായിട്ട് ഇന്നത് അതുകൊണ്ട്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ചെയ്തിരിക്കുന്ന പാട്ട്. പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഇളം മഞ്ഞിൽ എന്നുള്ള പാട്ട് ഇപ്പോഴും പ്രേമ നൈരാശ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അതിനകത്തൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. ചരിത്രം പറയുമ്പോൾ അതൊക്കെ കാലം എന്നും പാട്ടിനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലത് പതിയേണ്ട സംഭവങ്ങളാണ്. അപ്പൊ ജാനകി അമ്മയുടെ റെക്കോർഡിങ് ഈ പാട്ട് ഇളം മഞ്ഞിൻ കുളിരും ആദ്യം അവരാണല്ലോ സ്റ്റേജിൽ നിന്ന് പാടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ അത് പാടാൻ വേണ്ടി ജാനകിയമ്മ പാടുന്നു. ജാനകിയമ്മയും ഭർത്താവ് വന്നു വന്നിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം അന്ന് പ്രൊഡക്ഷൻ കൺട്രോളും ആരും ഇല്ലാഞ്ഞ കാരണം ഞാനാണ് ഈ പൈസ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇരിക്കുന്നത്. നമ്മള് വൗച്ചറും കാര്യങ്ങളൊക്കെ കണ്ണൂരിലായിരുന്നു മ്യൂസിക്. അപ്പൊ നമ്മളവിടെ ഇരിക്കുമ്പോൾ പാട്ട് എടുത്ത് അതിമനോഹരമായിട്ട് അവർ പാടി ഓക്കെ ചെയ്തു. പാട്ട് ഓക്കെ ചെയ്ത് ശരി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പേയ്മെന്റ് ഭർത്താവിൻ്റെ കയ്യിൽ പേയ്മെന്റും കാശുമൊക്കെ വൗച്ചറൊക്കെ. അപ്പം അതിൻ്റെ ലാസ്റ്റ് പാട്ട് ആ തിയേറ്റർ അടക്കം വൈകുന്നേരം തിയേറ്ററിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരെല്ലാം നിർത്തി എല്ലാം ചുരുട്ടി കൂട്ടി. അപ്പം ഇപ്പുറത്ത് ഇറങ്ങുന്ന വഴിയാണ് ഈ മറ്റേ എഞ്ചിന്. അന്നത്തെ വലിയ ഹാളിലാണ്, ഈ സിനിമ തിയേറ്റർ പോലെ റെക്കോർഡിങ് തിയേറ്റർ വലിയ ഹാളായി, ചെറിയ റൂമല്ല. അപ്പൊ ഇറങ്ങി വരുന്ന വഴി എഞ്ചിനീയറുടെ റൂമുണ്ട്. അവിടെ വരുമ്പോൾ ജാനകിയമ്മ ടക്കെന്ന് അകത്തോട്ട് കയറി വീണ്ടും എഞ്ചിനീയർ സാറേ എനിക്ക് ഒരു പാട്ടി കൂടെ എന്താ പാട്ട് കേൾക്കണം, ഒരു പാട്ട് ഒന്നുകൂടെ കേൾക്കണം, എനിക്ക് ആ ശബ്ദം ഒന്നുകൂടെ കേൾക്കണം. അതിനെന്തമ്മ എന്ന് പറയാം. അയാൾ രണ്ടാമതെല്ലാം ഓൺ ചെയ്ത് വെച്ചു. അന്നിങ്ങനെ ചുറ്റി കറങ്ങുകയാണല്ലോ, ഓൺ ചെയ്തിട്ടു ഇങ്ങനെ കേട്ടു. അപ്പൊ അതിനകത്ത് ചിറകൊടിഞ്ഞ കിനാക്കളിൽ അത് വന്നപ്പോൾ എനിക്കൊന്നുകൂടെ. അപ്പൊ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഫീലിംഗ് കിട്ടിയില്ല എന്ന് പറയും. ഒന്നുകൂടെ പാടണം പാടി കാശും മേടിച്ച് പോകേണ്ടതിന് വരാം. അവരുടെ ആത്മാർത്ഥത നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ അമ്മ പാടെന്ന് പറഞ്ഞു. മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ നിന്ന് എല്ലാം ഓക്കെയാണ് പിന്നെ എന്നുള്ള ഇതിലല്ല പാടണം. വീണ്ടും എല്ലാം ഓൺ ചെയ്ത് മൈക്കൊക്കെ രണ്ടാമത് എല്ലാം കറക്റ്റ് വെച്ച് അടിച്ച് ആ എടുപ്പാണ് നിങ്ങൾ കാണുന്ന ഇന്നത്തെ രണ്ടാമത്തെ. മനസ്സിലായില്ലേ? ഒരു 50% കൂടെ പവർ അങ്ങ് കൂട്ടി. അത് വന്നപ്പോഴാണല്ലോ അതിന്റെ ഇമ്പാക്ട് എനിക്ക് മനസ്സിലായത്. ഇത് ദാസേട്ടന് ഇത് കഴിഞ്ഞിട്ട് കയറി വരണം. ദാസേട്ടൻ ഈ പാട്ട് പാടിയിട്ട് അത് മോഹൻലാല് ഈ ഓഡിറ്റോറിയത്തിലെ അകത്തേക്ക് ഈ നായിക നിന്ന് പാടുമ്പം ഓഡിറ്റോറിയം ഇടിച്ചു പൊളിച്ച് കയറി വന്ന് ഉള്ളി വന്ന് ബാക്കി പാടി വരുന്ന ചിത്രത്തിലുള്ള ഭാഗം. അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുത്തു ദാസേട്ടനടുത്ത്. അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ, നായിക പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് തമ്മിൽ കണ്ടിട്ടില്ല, വർഷങ്ങളായിട്ട് ശേഷം വരുന്നത് ഇയാളാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയും. ആ മോനെ ആയിക്കോട്ടെന്നൊക്കെ പറഞ്ഞ് ചെവി വെച്ച് കേട്ട് ആ ജാനകിയമ്മയുടെ ആ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇങ്ങനെ ഉള്ളി ഒരു എടുപ്പൊന്നും എടുത്ത് മോഹഭംഗ മനസ്സിലെ അവിടെ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ ആനങ്ങുന്ന രീതിയിൽ അവിടെ ഞെട്ടിപ്പോയി നമ്മളൊക്കെ ഇരിക്കും. എന്താണ് ഇത് അത്ഭുതം കേട്ടോണ്ടിരുന്നത്. അപ്പോഴേ ഇതിനകത്തൊരു വേറെ സംഭവം കൂടെ ഉണ്ട്. അപ്പൊ ഈ പാട്ട് വേറൊരു ഡുവൈറ്റ് കൂടെ ഉണ്ട്. ഇവര് തമ്മിൽ പണ്ട് പാടുന്ന ഈ ഇളം മഞ്ഞിൽ പാടുന്നുണ്ട് ഒരു പാട്ട് കഴിഞ്ഞ്. ഇത് രണ്ടാമത്തെ പാട്ടാണ്.
അപ്പൊ കണ്ണൂരായ മാസ്റ്റർ പറഞ്ഞ എനിക്ക് ഇതിന് വേറെ പേയ്മെന്റ് കൊടുക്കണം, ഇത് വേറെ പാട്ടാണ്, ദാസേട്ടന് ഒരു പേയ്മെന്റ് കൂടെ കൊടുക്കണം എന്ന് പറയും പാടുന്നതിനുള്ള. അപ്പൊ ഞാൻ പറയും ആ പാട്ട് തന്നെ രാവിലെ വരികയല്ലേ ഉള്ളൂ. അല്ല ആ പറഞ്ഞാൽ നടക്കത്തില്ല, കാശ് കൊടുക്കണം. അത് പുള്ളി അതൊക്കെ സ്ട്രിക്റ്റ് ആന്ന് പറയും, പൈസ വേറെ പാട്ടാ, വേറെ സോങ്ങാ. ശരി എന്ന് പറയും, പൈസ വളരെ വളരെ കുറവാണല്ലോ നമ്മളൊക്കെ എപ്പോഴും ദാരിദ്ര്യത്തിൽ ഇതിലൊക്കെ പോകുന്നവരാ. പൈസ ഒക്കെ വെച്ച് റെഡിയാക്കി വെച്ച് വൗച്ചറും നേരത്തെ പോലെ എടുത്ത് റെഡിയാക്കി വെച്ച് ദാസേട്ടൻ ഇങ്ങോട്ട് പാടി, പുള്ളി അങ്ങോട്ട് ഫീലിങ്ങോടെ അങ്ങോട്ട് പാടിയിട്ട് നീ എന്റെ പ്രാണനിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി വന്ന് ഇവിടെ വൗച്ചറും കാശുമായിട്ട്. ആ കാശ് വേണ്ട മോനെ, മേടിച്ചില്ല പൈസ, മനസ്സിലായില്ല. അദ്ദേഹത്തിന് അത്ര ആ ഫീലിംഗ് അവിടെ വന്ന് ആ പാട്ടങ്ങോട്ട്. അത് ജാനകിയുടെ കേട്ടതുകൊണ്ടാ, അതിങ്ങനെ ചെവി വെച്ചിട്ടാണല്ലോ ബാക്കി പാടുന്നത്. ഞാൻ അതില് കുറച്ച് സൈലൻസ് ഒക്കെ കൊടുത്ത് മോഹൻലാൽ കയറി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടാണ് ഇതിട്ടത്. അത് ഭയങ്കര ആ ഒറ്റ പാട്ടാ പടം പിടിച്ചിരുന്നത്, ഇല്ലെങ്കിൽ എട്ടതിലേ പോയത്. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞ് മോഹൻലാലിനെ കൊല്ലുന്ന എന്തൊരു കഷ്ടമാണ്, അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ, ആരെങ്കിലും മരിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ മരിച്ചാലേ നൊമ്പരം ഉണ്ടാവത്തുള്ളൂ, വീണ്ടും ഓർക്കണമെങ്കിൽ ഇന്നും ഓർക്കണം, കാലാകാലം നിൽക്കും എന്ന് പറയും. മറ്റത് അപ്പോൾ തന്നെ കണ്ട് മറന്നു പോകും. അല്ലെ ഇപ്പോഴും ഫീൽ ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ആ ഇത് ഉണ്ടാവണം. ഈ ഒരു സിനിമ തന്നെ സാറിനെ അത്രയധികം ഡിഫൈൻ ചെയ്തൊരു അത്രയും വലിയൊരു ക്ലാസിക് മൂവി ആയിരുന്നു ഇത് ആ കാലത്തെ. അപ്പൊ സാറിനെ ഏറ്റവും അധികം ഡിഫൈൻ ചെയ്തത് ഈ ഒരു മൂവിയാണെന്ന് സാറിന് തോന്നാറുണ്ടോ? ഇല്ല, എല്ലാം ഓരോന്നും നമ്മൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇതേതായാലും അടുത്തതും ഇനി അടുത്തതില്ലെന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്കൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ ഇന്ന് മറ്റ് സംവിധായകർ, വലിയ സംവിധായകർ നിങ്ങൾ കാണുന്ന അവർക്ക് പോലെ അൺലിമിറ്റഡ് ഫണ്ടുകളും ഭയങ്കര കോടികൾ, 10 കോടി 5 കോടി 6 കോടി 7 കോടി ഒന്നുമില്ല. നമ്മളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നിന്നാണ് പടം എടുക്കുന്നത്. ഇപ്പം ഈ സലാർ എന്നുള്ള പടം 500 കോടിയാണ്. അപ്പൊ നിങ്ങളുടെ പടവും സലാറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുമ്പോൾ എന്നോടൊരാൾ ചോദിച്ചു. ഞാൻ പറയാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ 498 കോടിയുടെ വ്യത്യാസം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, വേറെ വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാലേ ഉള്ളത്. തമാശ പറഞ്ഞാലും ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എപ്പോഴും. ആ ലിമിറ്റേഷൻ ഇല്ലാതെ അതിനകത്ത് നിന്നാണ് നമ്മളൊക്കെ ഒപ്പിക്കുന്ന പടങ്ങൾ, മനസ്സിലായില്ലേ? അപ്പൊ അത് എപ്പോഴും ഉണ്ട്, ഇതിന്റെ ഒരു കൂടപ്പുറപ്പ് പോലെ എപ്പോഴും ഉണ്ട് അത്, ആ ലിമിറ്റേഷൻസ്. ഇതിന്റെ എടുക്കുമ്പോഴുണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. എന്നാലും നമ്മുടെ ആ പെർഫെക്ഷൻ നമ്മുടെ ആ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാവാ അതനുസരിച്ച് ചെയ്ത് ഒപ്പിക്കുന്നു. 2011 ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിന്നിഷ്ടം എന്നിഷ്ടം 2 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്രത്തോളം ഒരു ഇമ്പാക്ട് അതറിയാം നമുക്ക്. അതിന്റെ ഒരു എന്ന് വെച്ചാൽ അന്ന് എല്ലാത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന സമയത്ത് ഞാനും വിചാരിച്ചു ഒരു ഇറക്കിയാൽ എന്താന്ന്. അപ്പൊ പ്രിയന്റെ അടുത്ത് ചോദിച്ചു, പ്രിയൻ എന്താ ചാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു 10-20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു ചെറിയ പടം. അത് നമ്മൾ ആ സാറ്റലൈറ്റും അത് ഇതൊക്കെ വിറ്റ് ആ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കിട്ടി നമുക്ക്. അപ്പൊ പിന്നെ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ പടം അതോട് അത്രയും പോകത്തുള്ളൂ നമുക്ക് അറിയാം, ഇതുപോലെയൊന്നും പോകത്തില്ല. കാരണം അതിനകത്ത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറവാണ്. മറ്റേ നമ്മൾ പാക്ക് വെക്കണമല്ലോ ഇതിനകത്ത്. ചുമ്മാ കൊണ്ടൊരു പടം ഉണ്ടാക്കിയാൽ പോരാ, അതിനകത്ത് മാറ്റർ ഉണ്ടാവണം ശരിക്കും, കാര്യങ്ങളും സംഭവങ്ങളും അതൊക്കെ ഇതിനകത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ക്ലൈമാക്സ്, ട്വിസ്റ്റ്, കാര്യങ്ങള് അതേ ഇതെന്നൊക്കെ പറയും, വ്യത്യാസങ്ങള്, കാലഘട്ടം, അതൊക്കെ മറച്ച് ഇതിനകത്ത്. ഇതിന്റെ ഒരു പടം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാ ഇതിനകത്ത് ശരിക്കും. ഫസ്റ്റ് ഹാഫ് കുറെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലേ ഉള്ളു കാര്യങ്ങള്, അങ്ങനെ പോകുന്നുള്ളൂ. ഇപ്പം ഈ ഒരു അല്ലെങ്കിൽ ഈ നിന്നിഷ്ടം എന്നിഷ്ടം 2-ന്റെ ഒരു പരാജയമായിരുന്നു സാറിന്റെ ഒരു കരിയർ ഗ്യാപ്പിനുള്ള ഒരു. ഇല്ല, ഞാൻ കരിയർ ഗ്യാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഞാനൊരു 3 വർഷം ഒരു ചാനലിന്റെ ചീഫായിട്ടിരുന്നു. ഒരു 3 വർഷം കൊറോണ പോയി. പിന്നെ ബാക്കി ഒരു 4 വർഷം വേറെ കുറെ പണികളൊക്കെ ചെയ്ത്. അത് വലിയ ഇതൊന്നുമില്ല. ഞാനത് അപ്പോഴും പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഒത്തുവന്നില്ലെന്നേ ഉള്ളൂ, അതിങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും സജീവമായിട്ട് അടുത്ത പടം കമ്മിറ്റഡ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ എല്ലാ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി കഴിഞ്ഞു. ശരിക്കും സജീവമായിട്ട് കാണാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സന്തോഷം. അതുണ്ടാവും. അത് ഇനിയിപ്പോ ഉണ്ടാകുന്ന ഒരു ന്യൂജൻ വേറൊരു പടമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതും ഒരു പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക കാണിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് ഈ പൈസ എങ്ങനെ നമ്മുടെ മുതലാക്കുന്ന രീതിയിൽ ഒരു പടം എടുക്കുക. അതായത് ഇപ്പോഴത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ പോലെ പല ഭാഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ഒരു സബ്ജക്റ്റും അതിന് പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി വരുന്നത്. അതിനൊക്കെ ഒരുപാട് ഹോംവർക്ക് അതിന് ചെയ്യുന്നുണ്ട്. അതൊരു വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ഒരു പാൻ ഇന്ത്യൻ പടം എങ്ങനെ എടുക്കാം എന്നുള്ള കാണിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ കാണിക്കും. അതിന്റെ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഹോംവർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനത് ചില യാത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് എല്ലാം ബുക്ക് ചെയ്ത് ടിക്കറ്റും എല്ലാം ചെയ്ത് പക്കാക്കി വെക്കുകയാണ്.
എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. സാറിന്റെ ഇപ്പൊ ഒരു തുടക്കം പറയുകയാണെങ്കിൽ അത് മിമിക്രി നിന്നാണ് തുടങ്ങുന്നത്. ആ ഒരു കരിയർ സാറിന്റെ ഈ ഫുൾ കരിയറിനെ മോൾഡ് ചെയ്യുന്നതിൽ എത്രത്തോളം? അല്ല, മിമിക്രിയാണ് എനിക്കൊരു വഴി കാണിക്കുന്നത്. കാരണം മിമിക്രി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തും മിമിക്രി പഴയ കാലത്തും ഉണ്ട്. പക്ഷെ ആ മിമിക്രി എന്ന് പറഞ്ഞിരുന്നത്, ഞാൻ കണ്ടിട്ടുള്ള മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ ഈ പട്ടി, പൂച്ച, കരയുക, കാക്ക, അല്ലെങ്കിൽ ട്രെയിൻ പോകുന്ന ശബ്ദം, ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഒരുപാട് ആളുകൾ അനുകരിക്കുമായിരുന്നു പഴയ കാലത്ത്. കൂടുതലും മൃഗങ്ങളുടെയും കാക്കയും ഇതൊക്കെ കോഴിയൊക്കെ കാണിക്കും, ട്രെയിനിൻ്റെ കാണിക്കും ചിലർ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ശബ്ദമല്ലാതെ സിനിമാ താരങ്ങളുടെ ശബ്ദം എന്ന് പറഞ്ഞ് 70 കാലഘട്ടത്തിൽ ഞാനാണ് കൊണ്ടുവരുന്നത്. അപ്പം ഈ കലാഭവനിലൊക്കെ ഈ മിമിക്സ് പരേഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് 82-ലൊക്കെയാണ്. ഞാൻ 70 എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഞാൻ അന്ന് കൊണ്ടുവന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അപ്പൊ പ്രേം നസീർ വരുന്ന, മറ്റേ KP അന്നത്തെ താരനിര. അപ്പൊ ഞാൻ അത് മിമിക്രിക്ക് വേണ്ടി ഈ കലാ ഇതിൽ ഉൾപ്പെടുത്തി. അതുവരെ മോണോ ആക്ടുകളാണ്, കൊച്ചിൻ ഹനീഫൊക്കെ മോണോ ആക്ടുകാരാണ് അന്ന്. മിമിക്രി കൂടെ ചേർത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ. അപ്പൊ അതിൽ ഈ താരങ്ങളുടെ കാണിച്ച് ഭയങ്കരമായി ഞാൻ ആളുകൾ അത്ഭുതപ്പെടുത്തി. എനിക്ക് 1ാം സമ്മാനം, അന്ന് എല്ലാം ഒന്നിച്ചു കിടക്കുന്ന കാലം, അതെനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത്. അത് എന്നെ വളരെയധികം നോട്ട് ചെയ്തു. അപ്പൊ ആരുടെയും ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സിനിമാ താരങ്ങളുടെ എന്നുള്ള എനിക്ക് ഒരുപാട് സ്റ്റേജിലും അവിടെ ഇവിടെയൊക്കെ വിദേശ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളെല്ലാം മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാനാണ് ഈ മിമിക്രി എത്തിക്കുന്നത് ആദ്യകാലത്ത്. അന്ന് ഇന്നത്തെ ആർക്കും അറിയില്ല. അപ്പം അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ PJ ആന്റണി എന്നുള്ള നടൻ ചൂള എന്ന പടത്തിൽ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞ് മരിക്കുന്നത്. ശബ്ദം കൊടുത്തിട്ടില്ല. അത് ആദ്യമായിട്ട് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ചെയ്യുന്നു, സത്യനന്ദിക്കാട് പാട്ട് എഴുതുന്നു, പിന്നെ ജൂബിലി ജോയി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവരുടെയും ആദ്യ തുടക്കമാണ്. അദ്ദേഹം മരിച്ചും പോയി. ഹീറോ ആണ് പടത്തിൽ. ശബ്ദം എടുത്തിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഈ ശബ്ദം വല്ലാത്ത ശബ്ദമാണ്. അപ്പം ഡബ്ബിങ് വേറെ ആളെ ചെയ്ത അയാളുടെ അല്ലെന്നറിയും, അദ്ദേഹത്തിൻ്റെ അല്ലെന്നറിയും. അപ്പോൾ ഈ ശശികുമാർ എന്ന് പറയുന്ന സംവിധായകനാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ, ആലപ്പുഴക്കാരൻ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ അനിയന് വരെ വിളിച്ച് പറഞ്ഞ് ഇവിടെ ഒരു പയ്യനോ എല്ലാവരുടെയും ശബ്ദം എടുക്കും, സിനിമാക്കാരുടെ മുഴുവൻ കാണിക്കുന്നുണ്ട്, വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ചെയ്യാൻ കുറേ 2 ദിവസം എടുത്ത് കുറേ പാടുപെട്ട് ഞാൻ അതിൽ കേൾപ്പിച്ച്. അന്ന് ടേപ്പ് റെക്കോർഡറേ ഉള്ളൂ ആ കാലത്ത്. അതിൽ കൂടെ എല്ലാം കേട്ട് പഠിച്ച് ഞാൻ അത് ചെയ്തു. ആ പടം പൂർണ്ണമായിട്ട് എൻ്റെ ശബ്ദത്തിൽ തന്നെ വന്ന് A to Z, അതിനുള്ള ചുമ ഉൾപ്പെടാം. അത് അവരുടെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇത് ആരുടെടുത്തും വെളിയിൽ പറയുന്നത് സീക്രട്ട് ആയിരിക്കണം. ആരുടെടുത്തും പറയാനും പോയില്ല. ഞാനും ആ ടീമും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. പടം ബമ്പർ ഹിറ്റ് വരുന്നത്. ആ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അന്നത്തെ കാലം. ആ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹിറ്റായി എൻ്റെ ശബ്ദമാണെന്നുള്ള അവരെ അറിയുന്നില്ല. പക്ഷെ സിനിമയുടെ അകത്തുള്ളവർക്ക് കുറേ പേർക്ക് അറിയാം അത് ഞാനാണെന്ന് ചെയ്ത് ഇങ്ങനൊരു സംഭവം സിനിമ ഇൻഡസ്ട്രി നടന്നിട്ടുണ്ടെന്ന് ജനങ്ങൾക്കറിയാൻ പോയി, പബ്ലിക്കിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയന്റെ മരണം വരുന്നത്. ജയൻ മലയാളത്തിൽ ഇങ്ങനെ ഹരമായിരിക്കുന്ന സമയത്ത് മലയാളികൾ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന കാലഘട്ടത്തിലാണ് ജയൻ ആക്സിഡന്റിൽ മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 4 പടം കിടപ്പുണ്ട്. കോളിളക്കം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യം, മനുഷ്യപടം. ഈ 4 പടവും എൻ്റെ ശബ്ദത്തിലൂടെ വെളി വന്നത് അന്ന്. അതിന് കാരണം ഈ PJ ആന്റണിക്ക് ചെയ്തതാണ്. അപ്പൊ ഇന്നൊരു ഇതും വന്നാണ് ചെയ്തത്. അന്ന് ഞാനല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല ചെയ്യാൻ, വേറൊരാളില്ല അത് ചെയ്യാൻ. കാരണം ആർക്കും അങ്ങനെ സിനിമാ താരങ്ങളുടെ ശബ്ദം എടുക്കലും അതൊന്നും ഇല്ല ആരും. ഇന്ന് 200 പേരുടെ 150 പേരുടെയൊക്കെ ഒറ്റടിക്ക് എടുക്കുന്ന പിള്ളേരുണ്ട് നമ്മുടെ. അപ്പൊ അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പടവും കൽപ്പടവും കെട്ടിക്കൊടുത്ത പോലെ ഞാൻ വഴി തുറന്നു കൊടുത്തു. ഒരു വഴി തുറന്നു കൊടുത്ത ആളാ ഞാനിത് പറഞ്ഞ് വലിയ നേടാനോ അല്ലെങ്കിൽ എന്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ കഴിവാണെന്ന് പറഞ്ഞ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കാരണം എനിക്ക് അതിന്റെ ഇതില്ല. ഞാൻ ആ വഴി അത് പൊക്കോട്ടെ, അവരൊക്കെ രക്ഷപ്പെട്ട് ആ വഴി തുറന്നു പോട്ട്. പക്ഷെ നമ്മളതൊന്നും ഓർക്കണമെന്നോ ആ കാര്യങ്ങൾ പറയണമെന്നൊന്നും നിർബന്ധവും ഇല്ല. പലരും വേറെ ആരെങ്കിലും ആവശ്യപ്പെട്ട് അങ്ങനെയും പോട്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് എല്ലായിടത്തും നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്യുക, സത്യസന്ധമായിരിക്കുക, നീതിപൂർവമായിരിക്കുക. ഇതേ ഉള്ള എൻ്റെ അതിന് നിലപാടുകൾ ഉണ്ടായിരിക്കുക ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുവരും, ഇനിയും പുതിയ ആളുകളെ കൊണ്ടുവരും. അത് എന്താണ് വിജയം വരെ സമരം ചെയ്യുമെന്ന് പറയുന്ന പോലെ കൊണ്ടുവന്ന് കയറ്റും. ഇത് ഇപ്പൊ ഞാൻ അന്ന് ആ നിന്നിഷ്ടം എന്നുള്ള പടത്തില് ആ നായികയെ കണ്ടെടുത്ത ഡാൻസ് ഗ്രൂപ്പിൽ നിന്നാ. അവർ ഗ്രൂപ്പ് ഡാൻസിൽ ഇങ്ങനെ കൂടെ ഡാൻസ് ചെയ്യുമല്ലോ. ആ ഡാൻസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് കണ്ടിട്ട് ശരിക്കും അതിനെ നോട്ട് ചെയ്ത് പറഞ്ഞു തന്ന മോഹൻലാല ആ കുട്ടി കാണാനൊക്കെ ഉള്ള ഇത്രയും പറഞ്ഞല്ലോ. അയാളെ എടുക്കണമെന്നും അങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞില്ല. കർപ്പകവല്ലി എന്നാണ് ആ പെണ്ണിന്റെ പേര്. അപ്പൊ പ്രിയനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്നാ ആ കുട്ടിയുടെ മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞല്ലേ പ്രിയൻ അത് ഇടാൻ പറഞ്ഞു. അപ്പം പേരെന്തിടുന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പ്രിയൻ സജസ്റ്റ് ചെയ്താണ്, പ്രിയാന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിയ എന്ന് പറയും വന്ന് എത്രയോ പടങ്ങളിലെ തമിഴിലൊക്കെ കണ്ടമാനം പടം ഇന്നും ആ പെണ്ണ് സീരിയലിലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ അന്ന് അതിനകത്തൊരു പാട്ടുണ്ട്, തുമ്പപ്പൂക്കാറ്റിൽ തന്നെ ഊഞ്ഞാലാടി. ആ ഡാൻസിൽ കുറെ ഗ്രൂപ്പ് ഡാൻസേഴ്സ് വരുന്നുണ്ട്.
ഈ ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുന്നത്. അത് വേറെ ലെവലിൽ കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിൽ മോഹൻലാലും വന്ന് ഇടയ്ക്ക് കളപത്തളികയും. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡാൻസിൽ വന്നപ്പം ഇവളാണ് നായിക, മോഹൻലാലിന്റെ കൂടെ ആയിരുന്നു. മറ്റേ ഗ്രൂപ്പ് ഒറിജിനൽ ഗ്രൂപ്പാണ്, ഇവള് ഡാൻസ് ചെയ്യുന്ന അതേ ഗ്രൂപ്പാണ്. അപ്പൊ ഇവർക്ക് നമ്മൾ നാടികയല്ലേ ചെയറും കാര്യങ്ങളും, മറ്റവർ വേറെ ഡാൻസേഴ്സിന് വേറെ സ്ഥലത്ത്. പക്ഷെ അവൾ അവിടെ പോയിരുന്ന് അവരുമായിട്ടൊക്കെ ഇരുന്ന്. അപ്പൊ അവർക്കെല്ലാം സപ്പോർട്ടുണ്ട്. പക്ഷെ എന്നാലും അതേ ഗ്രൂപ്പുകാർ തന്നെ ആ കൂടെ ഡാൻസ് ചെയ്തവര് ആ പടത്തിൽ അവള് അതിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിൽക്കേണ്ട അവളായിരുന്നു. ഞാൻ പിടിച്ച് നായികയാക്കി അവൾ രക്ഷപ്പെട്ടു പോയി. മനസ്സിലായില്ല. കണ്ണൂർ രാജനെ തന്നെ കാലം മറന്നിരുന്നേ. കണ്ണൂർ രാജന ഒരിക്കലും കണ്ണൂർ രാജൻ എന്നുള്ള ആളെ അറിയത്തില്ല. അപ്പോഴാണ് കണ്ണൂർ രാജൻ എന്നെ വന്ന് പരിചയപ്പെടുന്നത്. വന്ന് പരിചയപ്പെട്ട് ഞാനൊരു എയർപോർട്ടിൽ അയക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു. ഞാനിങ്ങനെ നോക്കുന്നു. ഇന്നെ അറിയുമോന്ന് ചോദിച്ചാൽ നമ്മൾ ഇല്ല അറിയില്ല എന്ന് പറയും. ഞാൻ കണ്ണൂർ രാജൻ എന്ന് പറയും. അയ്യോ ഞാൻ നിങ്ങളുടെ കടുത്ത ആരാധകനാന്ന് പറയുന്നത്. അങ്ങോട്ട് ഞാൻ എൻ്റെ ആദ്യം ഇവിടെ ദേവരാം മാഷാണ്. ഞാൻ അദ്ദേഹത്തിനൊക്കെ വെച്ചാൽ വലിയ ദേവരാം മാഷയുടെ കടുത്ത ആരാധന എനിക്ക്. അപ്പൊ ഞാൻ ഈ കണ്ണൂർ രാജൻ മാഷ് എന്നൊക്കെ പറയാം. എനിക്ക് ബാബുരാജനെയൊക്കെ കാണുന്ന പോലെ അതിന്റെ വേറൊരു നമ്മൾ മാഷേ എനിക്ക് ഞാൻ നിങ്ങളുടെ കടുത്ത ആരാധകനാന്ന് പറയുമ്പോ ആരാധകനാണെങ്കിൽ ഒരു വളർന്നൂടെ ചേട്ടാ. പിന്നെന്താ അപ്പോഴാണ് ഇംഗ്ലീഷ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ബാ എന്ന് പറയും കൊടുത്ത് പാട്ട്. ആ പാട്ടുണ്ടാക്കി ബമ്പർ ഡൂപ്പർ ഹിറ്റ് ചെയ്ത് ഈ ഇളംമഞ്ഞിൽ കയറി ഹിറ്റായി. അവിടെ നിന്ന് ആലപ്പുഴ. അപ്പൊ ഞാൻ ചെന്നൈ നിൽക്കുന്നു, ബാസിൽ വിളിക്കുന്നു. എടാ നിന്റെ പടത്തിലെ പാട്ട് ഭയങ്കര ഹിറ്റാണല്ലോ, ഭയങ്കര പേരാണല്ലോ പാട്ടിനെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല കേട്ടില്ല, എല്ലാവരും പറയുന്നു പാട്ട് കൊള്ളാന്ന്. ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു? ഗാന്ധിപതി പാലം വിളിച്ച് പറഞ്ഞു ഇപ്പൊ പാട്ട് ഭയങ്കരമാണ് മറ്റാണ്. ഞാൻ പറയും എന്താണ്? അപ്പൊ ആരാടാ മ്യൂസിക് ചെയ്തത്? ഞാൻ പറയും കണ്ണൂർ. അയ്യോ എങ്ങനെ ഉണ്ടാ ജീവിച്ചിരിപ്പുണ്ടെന്നാ ചോദിക്കുന്നത്. പ്രിയന്റെ അടുത്ത് പറയുമ്പോഴും ആദ്യം ചോദിച്ചു അത്രയും മറന്നുപോയി വിസ്മൃതി പോയ ആളെയാണ് കൊണ്ടുവന്നത്. കഴിവുള്ള അതാണ് കലാകാരന്മാരാണ്. അതാണ് ഞാൻ പറഞ്ഞത് കണ്ടെടുത്തത്. അദ്ദേഹം ആ പാട്ടോട് കൂടി അടുത്ത ഞാൻ ചോദിച്ചു എന്താ വേണമെന്ന് ചോദിച്ചു. അതെന്നാ ഇങ്ങോട്ട് അയക്കാന്ന് പറയാം. പുള്ളിയും ഒരു പാട്ട് കൊടുക്കാന്ന് പറയും, പടം കൊടുക്കാന്ന് പറയും. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. ഞാനാണ് ആലപ്പുഴ കൊണ്ട് താമസിച്ച് ഫാസലിന്റെ വീട്ടിൽ കൊണ്ട് ചെല്ലുന്നത്, വീണ്ടും ആ പാഠം മേടിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. എല്ലാവരും മറന്ന ഒരാളാണ് ഞാൻ കൊണ്ടുവന്നത്. തിരിച്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, എനിക്ക് ആ ധൈര്യം കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന പുതിയ ആളുകൾ, കഴിവുള്ളവരാണ്. അത് ഞാൻ ഉദാഹരണം പറയുന്നേ ഉള്ളൂ. അതുപോലെ ഇനിയും കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവന്ന മ്യൂസിക് ഡയറക്ടറൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അയാൾക്ക് വേറെ പടമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും പുതിയ ആൾക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറയും 2 പടം കിട്ടിയിട്ടുണ്ട്, പാട്ടുകൾ കമ്പോസിങ് ഒക്കെ നടക്കുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് കൊടുക്കുന്നതും അയാളുടെ കഴിവ് കണ്ടിട്ട് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് എന്റെ കഴിവല്ല. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായില്ലേ? പോരെ? അല്ല സാറിനെ എത്രയായി ആദ്യം മോളെ അല്ലേ? ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇതിനകത്ത് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്, അതിനെ പറ്റി വേണമെങ്കിൽ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ചെമ്മീൻ വർഗീസിനെ പറ്റി ചോദിച്ചു. അപ്പൊ അതേ കൂടെ റെഡി. അതുകൂടെ സാറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് സാറിനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ചെമ്മീൻ വർഗീസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. നമ്മുടെ റാംജിറാവ് സ്പീക്കിങ്ങില്. എനിക്ക് അന്ന് സാർ ചെമ്മീൻ വർഗീസ് ആണ്. എനിക്ക് കൂടുതലൊന്നും സാറിനെ പറ്റി ആരാന്നറിയില്ല, എന്താന്നറിയില്ല. പിന്നീട് സാറിനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ സാറിന്റെ അതുപോലത്തെ ക്യാരക്ടേഴ്സ്. ഈ ചെമ്മീൻ വർഗീസിനെ പറ്റി പറയുമ്പോൾ ഇന്നും മറക്കാൻ പറ്റാത്ത ആ ഷൂട്ടിങ്ങിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് വരെ എനിക്ക് അറിയാൻ പാടില്ല ഞാനാണ് അഭിനയിക്കാൻ പോണെന്നതിൽ. മനസ്സിലായില്ലേ? അതായത് ആ റോള് ചെയ്യേണ്ടത് CA പോൾ എന്ന് പറയുന്ന ഒരു നടനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വെച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു പടത്തില്. അപ്പം ഞാനൊരു ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ അരവിന്ദാഷിന്റെ വീട്ടിൽ ഇരിക്കുക. എവിടെ അന്ന് ഇതുപോലെ പോകണം വിളിച്ച് ലാൻ പോണി ഫോൺ അഷ്റഫ് അവിടെ വിളിച്ചപ്പം സിദ്ദീഖാണ് സംസാരിക്കും. അഷ്റഫ് ഇന്നപോലെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങേർക്ക് വരാൻ പറ്റില്ല, ഒരു ചെറിയ ക്യാരക്ടറാണ്. അത് വീട് ഇന്ന് കൂടെ ഉള്ള ഈ വീട് അല്ലെങ്കിൽ അവിടെ ഇനി ഷൂട്ടിംഗ് നടക്കത്തില്ല. അവരെടുത്ത ദേവന്റെ വീടായിട്ടാണ് ഇങ്ങനെ. അവിടെ ഒന്ന് ചോദിച്ചു എന്റെ ചെമ്മീൻ ആ വീടിന്റെ എടുക്കാൻ വേണ്ടി നടക്കത്തില്ല, ആ റോളൊന്നും ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ പകരക്കാരനായിട്ട് പോയതാ. അപ്പൊ ഞാൻ പറയാം അരമണിക്കൂർ ചെന്ന ഉടനെ തന്നെ എടുത്ത് ഉടുപ്പിട്ട് എന്റെ ചെമ്മീൻ കഴിഞ്ഞു പോയത് ചെല്ലുക. അതാണ് ചെമ്മീൻ. അപ്പൊ ഞാൻ പിന്നീട് എന്റെ പടത്തിൽ വന്നപ്പോൾ ഞാൻ ഈ സംവിധാനവും അതും പ്രൊഡക്ഷനും എല്ലാം കൂടെ തലയിൽ അഭിനയം എന്ന് പറയുന്നത് വലിയ പാടായി മാറ്റി. ഈ പടത്തില് ഇതുപോലെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്, ഈ അടിയന്തരാവസ്ഥക്കാലത്ത് അനുരാഗം. ആ പടത്തിലെ ആ ക്യാരക്ടർ ജനങ്ങൾ സ്വീകരിച്ചാൽ ഞാൻ തുടരും, അതുറപ്പാണ്. കാരണം അത് ഞാനൊരു കുറച്ച് ക്രൂരനായ ഒരാളായിട്ടാണ് വരുന്നത് അതിനകത്ത്. അന്നത്തെ കാലത്ത് ശരിക്കും നടന്നൊരു സംഭവമുണ്ട്. ഒരു SI ഉണ്ടായിരുന്നു. അയാള് ഈ കലിങ്കിലൊക്കെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ ജീപ്പിൽ ഇരുന്നോട്ട് തൊഴിക്കും, കാല് വെച്ച് തൊഴിക്കത്തേ ഉള്ളൂ. ഒറ്റ തൊഴിയിൽ മൂത്രമൊഴിച്ചു അവരൊക്കെ. ഈ അതുപോലെ അയാളെ തൊഴിയനാണ് മെയിൻ, ഇടിക്കത്തൊന്നുമില്ല, തൊഴിയാണ്. ആന വിളിച്ചാലും അയാൾ കാല് പൊക്കി ചവിട്ടും, നെഞ്ചിന് ചവിട്ടും.
അങ്ങനത്തെ ഒരാളാണ്. അന്നത്തെ കാലത്ത് എന്ത് വേണം ചെയ്യാം, പോലീസിന് അത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ ഇവിടെ വന്നപ്പോൾ ഒന്നും പേടിക്കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് തൊഴിയൻ തോമ എന്ന് പറയുന്ന ഒരു SI ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യുന്നു. അത് പലരെയും ശ്രമിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നത് അത് പകരക്കാരനായിട്ട്. പക്ഷെ അത് എല്ലാവർക്കും നല്ല നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. അതിനൊരു ക്യാരക്ടറാണ് അത്. അതിനകത്ത് ആ പടം കണ്ടിട്ട് വിലയിരുത്തട്ടെ, ഞാൻ തുടരണോ വേണ്ടേ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലേ. ഉണ്ടെങ്കിൽ അടുത്ത പടത്തിലും കയറാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ റാംജിറാവു സ്പീക്കിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് സർ ഒരു സ്റ്റേജിൽ അനൗൺസ് ചെയ്യുന്നത് ഞങ്ങൾ മിമിക്സ് പരേഡ് ചെയ്യാൻ പഠിക്കുന്നത് ആലപ്പി അഷ്റഫ് എന്ന വ്യക്തിയുടെ അടുത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ട് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പം ഒരുപാട് ആത്മബന്ധങ്ങളുള്ള ഒരു സിനിമയായിരുന്നു തോന്നുന്നു. അതിൽ പലരും ഇന്നില്ല ഇല്ല. അപ്പൊ സാർ എങ്ങനെയാണ് ആ സിനിമ ഓർക്കുന്നത്? അവരൊക്കെ പെട്ടെന്ന് സിദ്ദീഖൊക്കെ വളരെ വന്ന ആരംഭം തൊട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നവരും അവരൊക്കെ എന്നെ വളരെ സ്നേഹിച്ചിരുന്നത്. ഈ പറയുന്ന പോലെ എന്റെ വാപ്പായ്ക്ക് പണ്ട് ഒരു CD-യുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞുനാള് മുതലേ ഈ സ്റ്റേജ് ഷോസ് ആണെങ്കിലും കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട് ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക്. പക്ഷെ ഇന്ന് അത് ഒരു കുറഞ്ഞു പോകുന്നതായിട്ട് സാറിന് തോന്നുന്നു? കുറഞ്ഞിട്ടൊന്നുമില്ല, ആള് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ഒരാളല്ലാണ്ട്. പിന്നെ ഇത് എന്നും നിലനിൽക്കത്തില്ല. അന്നത്തെ കാലത്ത് മോള് കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഞാനത് പറഞ്ഞുതരാം. ഞാൻ മോഹൻലാലിന്റെ ഒരു ഷോയില് ഇന്നസെന്റും ഞാനും കൂടെ ഒരു കഥാപ്രസംഗം പറയുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ ഷോ എന്ന് പറയുന്നത് ഭയങ്കര ജനങ്ങളെന്നിങ്ങനെ ദുബായിലൊക്കെ 2 ഷോ ആണ്. ഒരു ഷോ കഴിയുമ്പോൾ തന്നെ ഒരു ഷോയ്ക്കുള്ള ആൾ വെളിയിൽ നിൽക്കുകയാണ് ടിക്കറ്റ് ഇല്ലാതെ. അത്ര ഭയങ്കര ക്രൈസാണ് അന്നത്തെ മോഹൻലാലിന്റെ. അപ്പൊ ആ ഷോയിൽ ഞാൻ പോയപ്പോ അന്ന് ഒരു കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് വന്നൊരു കഥ പറയും. ആ ഓലയാൽ മേഞ്ഞ കൊമ്പുള്ള ഗ്രഹത്തിലെ കോലായിൽ നിൽക്കുന്നു കോമളാങ്കി, അങ്ങനെ ഓല മേഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ഇന്നസെന്റ് ഒരു കഥാപ്രസംഗം പറയും. ഈ കഥാപ്രസംഗം ഇന്നസെന്റിന് ഓലയാൽ മേഞ്ഞ കൊമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പൂർണ്ണ ആയിട്ട് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ആർക്ക്, ഇന്നസെന്റിന്റെ ആ കഥാപ്രസംഗം. അതാണ് എന്റെ ഈ കോമഡി സ്കിറ്റാ. അപ്പൊ മോഹൻലാലും മറ്റേ ഇവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റും അവരൊക്കെ കൂടെ വന്ന് വേണുപൊടി വേണുവൊക്കെയാണ് കൂടെ ഉള്ളത്. അവരൊക്കെ വന്ന് ഇത് ഇയാൾക്ക് കഥ പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പം യഥാർത്ഥ കാതികനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരും. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, സ്റ്റേജിന്റെ അടുത്ത് തന്നെ ഇവിടെ ഉണ്ട്. പുള്ളി നാട്ടുകാരനാണ്, നല്ലപോലെ കഥ പറയുന്നതാണ്. ആ സുഗുണൻ എന്ന് പറയും, സുഗുണൻ എന്ന് പറയും ഒരു കാതികന്. അത് ഞാനാ വരുന്നത്. ഞാൻ വന്ന് ഒരു കഥ പറയും. അപ്പൊ പറയും സുഗുണൻ ഇവിടുത്തെ നാട്ടുകാരനാണ്, നല്ലപോലെ കഥ പറയുന്ന ആളാണ്, പൂർണ്ണമായിട്ട് ഏതായാലും കഥാപ്രസംഗം സുഗുണൻ പറയുമെന്ന് പറഞ്ഞ് ഞാൻ കയറിയിട്ട് വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് ഈ കഥ എന്ന് പറയും. കഥ തുടങ്ങും. മനസ്സിലായില്ലേ? വീണ്ടും അല്ലാതെ കാലത്ത് എഴുന്നേറ്റപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ത്രിപുരയാർ ഒരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് തന്ന കഥയല്ല. പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ മാന്തി പറിച്ചതാണ് ഈ കഥ. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മകള് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോകണം? മോളെ അച്ഛന് ത്രിപുരയാർ കഥാപ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ കഥയല്ല. പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ. ഇങ്ങനെ കഥ പറയാൻ പറ്റാതെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോ ആദ്യം നെടുമുടി വേണമെന്ന് ചോദിക്കും, എടാ നിനക്ക് എവിടെയാണാ വേദന എന്ന് ചോദിക്കും. പിന്നെ മോഹൻലാൽ വന്നിച്ചും പറയും, നീ കുറെ നേരമായാലും മാന്തിപ്പറിക്കാൻ തൊഴിൽ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റെന്ന് ഇന്നും ആളുകൾ അത് കേൾക്കുന്ന ഒരു സംഭവമാണ് ആ സുഗുണൻ എന്ന് പറയുന്നത്. അപ്പം ആ ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോൾ ഒരു കാര്യമുണ്ട്. ഈ ചുറ്റിനും നിന്ന കഥാപാത്രം, ഈ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ നിൽക്കുന്നു, അതിഗംഭീരന്മാരായ മോഹൻലാല്, നെടുമുടി വേണു, ഇന്നസെന്റ്, ഇവരുടെ നടുക്കുന്ന കഥ പറയുന്ന ഒന്നാലോചിച്ച്. അപ്പൊ അതിനുള്ള അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് അത് ഉണ്ടാക്കിയത് ആ കഥാപ്രസംഗം. അത് ജനങ്ങൾ കേരളത്തിലൊരു വലിയ ഹിറ്റ് സിനിമയെക്കാളും ഭയങ്കര ഹിറ്റ് അത്. കാരണം അത്രത്തോളം മനുഷ്യന്റെ മനസ്സിൽ ചേർന്ന ഒരു സംഭവമാണ്. അതൊക്കെ ഞങ്ങൾ അന്നത്തെ, അതാണ് നിങ്ങൾ മോളുടെ വാപ്പ അത് കണ്ടുകൊണ്ട് ഇരുന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പരിഗണന തന്നത്. അത് ഇപ്പൊ സാർ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ പോലും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേട്ടോണ്ടേ ഇരിക്കാൻ തോന്നുന്നതാണ്. ഇതെങ്ങനെയാണ് ഇത്രയും ഓർമ്മയിൽ ഇതിങ്ങനെ സൂക്ഷിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർമ്മ ഒക്കെ നിൽക്കും. നമ്മളെല്ലാം ഓർക്കുക, ഇതെല്ലാം പഠിക്കുക, മനസ്സിലാക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ഓർമ്മയെ വരും. ഇനിയും ഈ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. വീണ്ടും നമുക്ക് ഇതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് ഇരിക്കാം, പറയാം.
അതിന് എനിക്ക് വേണ്ട തോന്നുന്നു സാറിനെ പറ്റിയിട്ടൊരു ഞങ്ങളൊരു സീരീസ് തന്നെ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഈ പടമൊക്കെ ഒന്ന് ഓടട്ടെ, നമുക്ക് ചെയ്യാം. അതെ, കാരണം അത്രത്തോളം കഥകളുടെ ഒരു പിന്നെ ഒരുപാട് നിലവറയാണ്. കഥകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത കഥകളാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ എനിക്ക് സിനിമയില് ഈ കഥകള്, എനിക്ക് ഒരുപാട് കഥകൾ അറിയാൻ, രസകരമാണ്, കേട്ടാൽ ചിരിക്കും, കേട്ടാൽ അത്ഭുതപ്പെടും, കേട്ടാൽ വിശ്വസിക്കത്തില്ല, അങ്ങനത്തെ ഉള്ള സത്യസന്ധമായ കഥകളുണ്ട്. പക്ഷെ വെളിയിൽ പറയാൻ പറ്റത്തില്ല പലതും. ചിലപ്പോൾ മറ്റേ ആളുകളുടെ പ്രശ്നങ്ങളും ഇതിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ നേരെ കേസും വഴക്കും ഒക്കെ ആയിട്ട് വരേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരി കഴിഞ്ഞുകൂടുന്ന, വിഷമത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരു കലാകാരനാണ്. അപ്പൊ സാറിന് ഒരു പവർഫുൾ കംബാക്ക് ആവട്ടെ ഈ മൂവി എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.